പ്രഭാത കാഹളം യേശുവിനോട് കൂടെ ഒരു നിമിഷം. 139 സങ്കീർത്തനം 24 വാക്യം. വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. സങ്കീർത്തനക്കാരൻ ഈ സങ്കീർത്തനം ഉടനീളം നാം പരിശോധിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം എന്താണ് ഇതിൽ കൂടി അർത്ഥമാക്കുന്നതെന്ന് വളരെ എളുപ്പത്തിൽ ഒരു വിശ്വാസിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സ്വയം തന്നെത്താൻ താഴ്ത്തി ഏൽപ്പിക്കുകയാണ്. എന്നെക്കുറിച്ച് എൻ്റെ ദൈവത്തിന് അറിയാത്ത ഒരു കാര്യവുമില്ല. ഏത് കാര്യം ഞാൻ ഒളിച്ചു വെച്ച് ചെയ്താലും ദൈവം അത് അറിയുന്നു, കാണുന്നു. 1 വാക്യം പറയുന്നു, യഹോവേ നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു, എൻ്റെ എല്ലാ കാര്യങ്ങളും നിനക്കറിയാം. എന്നിട്ടാണ് ഇവിടെ കൺക്ലൂഷനായിട്ട് പറഞ്ഞിരിക്കുന്നത്, എന്നാൽ അങ്ങനെയെങ്കിൽ നീ വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. പ്രിയമുള്ളവരെ, ഇന്ന് രാവിലെ നമുക്കും ഇങ്ങനെ പ്രാർത്ഥിക്കാം. എൻ്റെ ഹൃദയത്തെ ഒന്ന് നോക്കി വ്യസനത്തിലുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി എൻ്റെ പ്രയാസങ്ങൾ, എൻ്റെ വേദനകൾ, എൻ്റെ സങ്കടങ്ങൾ ഇതെല്ലാം ഒന്ന് മാറ്റിത്തരണമേ. ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. ശാശ്വത മാർഗം അങ്ങയുടേതാണ് എന്ന് പറയുവാൻ നമുക്ക് സാധിക്കുമോ? അങ്ങനെയെങ്കിൽ നിശ്ചയമായിട്ടും ദൈവത്തിൽ നാം നമ്മൾ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന അനുഭവത്തിലേക്ക് നാം വരികയും വ്യസനത്തിലുള്ള മാർഗത്തെ നീക്കിക്കളഞ്ഞ് അനുഗ്രഹത്തിൻ്റെ മാർഗത്തിൽ നമ്മെ ദൈവം നടത്തുകയും ചെയ്യും. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഞങ്ങൾ ഓരോരുത്തരും അങ്ങയോട് പറയുന്നു, വ്യസനത്തിലുള്ള മാർഗം നീക്കിക്കളഞ്ഞ് ശാശ്വത മാർഗത്തിൽ നടത്തണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ. ഗോഡ് ബ്ലെസ് യു. തിരുരക്തം നമുക്ക് കോട്ടയായിരിക്കട്ടെ. വീണ്ടും നമുക്ക് കൂടി വരാം.